ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളുമായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണം വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉരുക്കിയെന്നാണ് റിപ്പോർട്ട്. ശനിദോഷം അകറ്റാനെന്ന പേരിൽ ചില ഭാഗങ്ങൾ പലർക്കായി വിറ്റു. ഇതുൾപ്പെടെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ 24 പുറത്തുവിട്ടു. 24 ബിഗ് ബ്രേക്ക്. സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ്. ഉരുക്കിയ സ്വർണം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുണ്ടായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണ കൈമാറ്റത്തെക്കുറിച്ച് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ഇവയാണ്. നവീകരണത്തിനായി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് കട്ടിളയിലെ 7 പാളിയും ദ്വാരപാലക ശില്പങ്ങളിലെ 21 പാളിയും. ആകെ ഉണ്ടായിരുന്ന സ്വർണം 989 ഗ്രാം. ദ്വാരപാലകരിൽ 394 ഗ്രാം സ്വർണം പൂശി. 106 ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിന് സർവീസ് ചാർജ്. 476 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചു. ഇതിൽ കുറച്ച് മറച്ചുവിറ്റു. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടേണ്ടതില്ലെന്ന ഉത്തരവ് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ തിരുത്തി. 2019 ജൂലൈ 19, 20 തീയതികളിലായി ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടുവെന്നായിരുന്നു മഹസർ രേഖ. ഈ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല. ശില്പങ്ങൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളായ അനന്തസുബ്രഹ്മണ്യം, രമേശ് റാവു എന്നിവർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് എഴുതിയൊപ്പിട്ടതും ഇവർ. ശബരിമലയിൽ 1.5 കോടി രൂപയുടെ പാത്രം വാങ്ങിയെന്ന രേഖ അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നാൽ പാത്രങ്ങൾ വാങ്ങിയില്ലെന്ന് ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിച്ചു. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.